പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ ആക്രമണത്തിനിരയായി സജ്ജമായിരുന്ന US യുദ്ധവിമാനങ്ങൾ റൺവേയിൽ നിശ്ചലമായി. കടലിൽ നിലയുറപ്പിച്ചിരുന്ന യുദ്ധക്കപ്പലുകൾ കാത്തിരിപ്പിലേക്ക് വഴിമാറി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ യുദ്ധത്തിന്റെ തീപ്പൊരി പടരുമെന്ന് കരുതിയ ലോകം അപ്രതീക്ഷിതമായ മറ്റൊരു രാഷ്ട്രീയ നാടകത്തിന്റെ തിരശ്ശീല ഉയരുന്നത് കണ്ടു. ഇന്നലെ വരെ ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പുകൾ മുഴക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖാർഗ് ദ്വീപ് മുതൽ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ വരെ ലക്ഷ്യമാക്കി ശക്തി പ്രകടനത്തിന്റെ ഭാഷ സംസാരിച്ച നേതാവ് ഇന്ന് അപ്രതീക്ഷിതമായി ആക്രമണം പിൻവലിച്ചിരിക്കുന്നു. അമേരിക്കൻ വൃത്തങ്ങൾ പറയുന്നത് ഇറാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്നും യൂറോപ്പിൽ ഉടൻ ധാരണാപത്രം ഒപ്പിടുമെന്നുമാണ്. എന്നാൽ ടെഹ്റാൻ അതിനെ പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം ഒരു സമാധാന നീക്കമോ അതോ യുദ്ധത്തിന്റെ മറ്റൊരു രൂപമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകരെ അലട്ടുന്നത്. ഇറാനെതിരെ ഇന്നലെ രാത്രി നടത്താനിരുന്ന കനത്ത ആക്രമണ പ്രഖ്യാപനത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാടകീയമായി പിൻവാങ്ങിയതിനു കാരണം വെടിനിർത്തൽ ചർച്ചകളിൽ ഉണ്ടായ നിർണായകമായ വഴിത്തിരിവാണ് എന്നാണ് സൂചന. ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപ് തന്റെ നിലപാട് തിരുത്തിയത്.